السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. أما بعد. പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികളെ, നിങ്ങളുടെ ഇസ്ലാമിക് വിഷയമായിട്ടുള്ള ദുറൂസിലെ ക്വാർട്ടർലി എക്സാമിന് പ്രിപ്പയർ ആകുന്ന സമയത്ത് 4 പാഠങ്ങൾ എങ്ങനെ ഒരു കൈക്കുമ്പിളിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ഒരു ചിന്തയാണ് ഈ ഒരു ടോക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ എന്നെ പ്രചോദനമാക്കിയത്. ഞാൻ നിങ്ങൾക്ക് ആ 4 പാഠത്തിൻ്റെ ഒരു രത്ന ചുരുക്കമാണ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിലേക്ക് അടുക്കാൻ തൗഹീദും ആത്മീയ ബന്ധങ്ങളും എന്നുള്ള ഒരു ശീർഷകത്തിലാണ് ഈ പാഠഭാഗത്തെ ഞാൻ ചുരുക്കി തന്നിട്ടുള്ളത്. പ്രധാനമായിട്ടും 4 സുപ്രധാന ആശയങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തേത് തൗഹീദിനെ കുറിച്ചാണ്, അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ്. രണ്ടാമത്തേത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുപ്പക്കാർ എന്ന വിഷയത്തിലാണ്. മൂന്നാമത് മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന ഔലിയാക്കൾ എന്നുള്ള ഒരു ടോപ്പിക്കിലാണ്. നാലാമത് മഹാന്മാരെ സ്നേഹിക്കലും അവരെ ബർക്കത്തെടുക്കലും. ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കിന്റെ പേരുകളാണ് നിങ്ങളെ പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ടാവുക. തൗഹീദിന് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നായിരിക്കും ടോപ്പിക് കൊടുത്തിട്ടുണ്ടാവുക. നബിയുടെ അടുപ്പക്കാർ എന്ന വിഷയത്തിൽ കാന മഈ ഫിൽ ജന്ന എന്നുള്ള ഒരു ഹെഡിങ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന ഔലിയാക്കൾ എന്ന വിഷയത്തിൽ യാ സാരിയ ജബൽ എന്ന് പറഞ്ഞിട്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. മഹാന്മാരെ സ്നേഹിക്കലും അവരെ ബർക്കത്തെടുക്കുന്നതിനെ കുറിച്ചും നെർജു ബർക്കത്ത് എന്നുള്ളൊരു ടോപ്പിക് ആണ് പറഞ്ഞിട്ടുണ്ടാവുക. നമ്മുടെ വിശ്വാസത്തെ, ഈമാനിനെ ദൃഢമാക്കാനും പരലോകത്തിന്റെ വിജയം വരിക്കാനും ഈ വിഷയങ്ങൾ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പൊ ഇത് ഓരോന്നും നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാനും ഇത് എങ്ങനെയാണ് പരസ്പരം ഇന്റർലിങ്ക് ആകുന്നത് എന്നുള്ളത് മനസ്സിലാക്കി തരാനുമാണ് ഞാൻ ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഒരു അടിത്തറയാണ് തൗഹീദ്, അഥവാ അള്ളാഹു ഏകനാണ് എന്നുള്ള വിശ്വാസം. നമ്മൾ ദിവസവും ഓതാറുള്ള സൂറത്തുൽ ഇഖ്ലാസ് തന്നെ അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ്. നിശ്ചയം പറയുക നബിയെ, അള്ളാഹു ഒരുവനാണ്. അള്ളാഹു സമദ്, അവൻ ആരെയും ആശ്രയിക്കുന്നില്ല. അള്ളാഹുവിനെ എല്ലാവരും ആശ്രയിക്കുന്നവനാണ്. ലം യലിദ് വലം യൂലദ്, അള്ളാഹു ജനിച്ചവനുമല്ല ജനിപ്പിക്കപ്പെട്ടവനുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായിട്ട് ആരുമില്ല. എല്ലാറ്റിനും കഴിവുള്ള ആളാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത് ആരോടാണ്? അള്ളാഹുവിനോടായിരിക്കണം. സൂറത്തുൽ ഇഖ്ലാസിന്റെ ഈ മഹത്വപൂർണമായ തൗഹീദിന്റെ വചനം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് ഇതിന്റെ അർത്ഥം തന്നെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒരു സഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹം ഏത് നമസ്കാരത്തിനും നേതൃത്വം നൽകുന്ന സമയത്ത് ഫാത്തിഹ കഴിഞ്ഞു കഴിഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസ് ആണ് ചൊല്ലിയിരുന്നത്. ഇത് മറ്റുള്ള സഹാബികൾക്ക് വലിയ അത്ഭുതമാണ് ഉണ്ടാക്കിയത്. അവർ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ വിവരം പറഞ്ഞു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബികളോട് ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് എല്ലാ റക്അത്തിലും ഈ സൂറത്ത് തന്നെ പതിവായിട്ട് ഓതുന്നത്? ആ സ്വഹാബി വിനയത്തോട് കൂടിയിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് മറുപടി പറഞ്ഞു, അല്ലയോ പ്രവാചകരെ, ഈ സൂറത്തിൽ റഹ്മാനായ അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ സൂറത്തിനോട് വല്ലാത്ത പ്രണയമാണ്. ഇത് കേട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് ആ സഹാബിയോട് പറഞ്ഞു, ഈ സൂറത്തിനോടുള്ള അതിന്റെ പ്രണയമുണ്ടല്ലോ, അത് നിന്നെ നാളെ സ്വർഗത്തിൽ എത്തിക്കും ഇൻഷാ അള്ളാഹ്. ഇത് ഈ സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഹദീത്ത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും അള്ളാഹുവിനെ മാത്രം
ആരാധിക്കുന്ന ആളുകളായി മാറുന്നുണ്ടോ, അല്ലെങ്കിൽ അല്ലാത്ത ആളുകളിൽ നമ്മൾ പങ്കു ചേർക്കുന്നുണ്ടോ? നിശ്ചയമായും അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. അവനിലേക്കാണ് നമ്മൾ എപ്പോഴും കാര്യങ്ങൾ തിരിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മൾ സ്വർഗാവകാശിയാകുമ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികത്തിരിക്കുന്ന വിശ്വാസികളായിട്ട്, മുഅ്മിനീങ്ങളായിട്ട്, അടുപ്പക്കാരായിട്ട് നമുക്ക് മാറാൻ കഴിയും. നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗവും അത് തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ആളുകളെ കുറിച്ചാണ് ആ പാഠഭാഗത്തിൽ മുഴുവൻ പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാന അന വ കാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹക്കദ വ അശാറ ബിസ്സഹാബതി വൽ ഉസ്ത. ഞാനും അനാഥ സംരക്ഷകരും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി ചൂണ്ടുവിരലും നടുവിരലും ഒന്നിങ്ങനെ ചേർത്ത് പിടിച്ചു. സ്വർഗത്തിൽ പോയാൽ മാത്രം പോരെ പ്രിയപ്പെട്ടവരെ, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൊട്ടടുത്ത്, കാരണം നമ്മൾ അത്രയും മഹത്തായിട്ടുള്ള ഒരു ഉമ്മത്തിന്റെ ഭാഗമാണ്, അതിന്റെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. ആരാണ് അനാഥർ? നമ്മൾ മനസ്സിലാക്കണം. യതീമുകൾ, ഉപ്പ മരിച്ചു പോയ കൊച്ചുകുട്ടികളാണ് അവർ. അവരെ സ്നേഹിക്കുകയും അവർക്ക് ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസങ്ങൾ നൽകുകയും ചെയ്യുന്ന ആളുകളെയാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ഈ ഹദീസിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരാള് വരികയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മനസ്സ് വല്ലാതെ കട്ടിയായിട്ടുണ്ട്, വല്ലാത്ത കട്ടിയായിട്ടുണ്ട്, എപ്പോഴും ഒരു ഇടുക്കം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദേഷ്യവും കഠിന മനസ്സുമായിട്ട് മാറിയാണ്, ഞാൻ സങ്കടത്തിലാണ്, എന്താണ് ചെയ്യേണ്ടത്? കുറച്ചു നേരം ചിന്തിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് ഒരു ഉപദേശം നൽകി. നിന്റെ മനസ്സിന് എപ്പോഴും ഉണ്ടാകുന്ന ഈ കട്ടിയും കനവും ഇടുക്കവും മൃദുവാകുവാനും നിന്റെ ആവശ്യങ്ങൾ നിറവേറുവാനും നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ അനാഥകളെ കരുണയോടെ നോക്കുക, അവരുടെ തലയിൽ തലോടുക, നിന്റെ ഭക്ഷണത്തിൽ നിന്നും അവർക്ക് നീ നൽകുക, എങ്കിൽ നിന്റെ മനസ്സ് നന്നാകും. മാത്രമല്ല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അടുത്തവരാകാൻ മറ്റൊരു വഴി കൂടി ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന മിൻ അഹബ്ബകും ഇലയ്യ വ അഖറബഹും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമത്തി അഹാസിനുക്കും അഖ്ലാഖ. തീർച്ചയായും ഖിയാമത്ത് നാളിൽ നിങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടവരും എൻ്റെ സദസ്സിനോട് ഏറ്റവും അടുത്തവരും നല്ല സ്വഭാവമുള്ളവരാണ്. അപ്പോൾ അനാഥകളെ സഹായിക്കുവാനും നല്ല സ്വഭാവം വളർത്തിയെടുക്കാനും നമ്മൾ തയ്യാറാകണം എന്ന് ചുരുക്കം. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എന്തായി മാറും? അള്ളാഹുവിൻ്റെ സച്ചരിതരായ വ്യക്തിയായിട്ട് മാറും, അള്ളാഹുവിൻ്റെ അടുപ്പക്കാരനായിട്ട് മാറും. ചുരുക്കി പറഞ്ഞാൽ വലിയ വരെ ആകാനുള്ള വഴിയുണ്ട്. ഈ അള്ളാഹുവിൻ്റെ വലിയമാര് ലോകത്തുണ്ടല്ലോ, ആ വലിയമാരുടെ കാറ്റഗറി എന്താ, പ്രത്യേകത എന്താണ്? അവർ അള്ളാഹുമായിട്ട് എപ്പോഴും വല്ലാത്ത അടുപ്പത്തിലായിരിക്കും. എന്ത് ചോദിച്ചാലും അള്ളാഹു അവർക്ക് കൊടുക്കും. അവർക്ക് കൊടുക്കുന്ന അത്ഭുത കഴിവാണ് സത്യത്തിൽ കറാമത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നതും അതാണ്. പ്രശസ്തനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? വെള്ളിയാഴ്ച ദിവസം ഖുതുബ നിർവഹിക്കുകയാണ്, മിമ്പർമേലാണ് മദീനയിൽ. പെട്ടെന്ന് ഖുതുബക്കിടയിൽ അദ്ദേഹം വിളിച്ചു പറയുകയാണ് ഒച്ചത്തിൽ, യാ സാരിയ അൽ ജബൽ, യാ സാരിയ അൽ ജബൽ, ഓ സാരിയ, മലമുകളിലേക്ക് ഒന്ന് ശ്രദ്ധിക്ക്, മലമുകളിലേക്ക് നീ ഒന്ന് ശ്രദ്ധിക്ക്, അവിടെ ശത്രുക്കൾ വരുന്നുണ്ട് എന്ന്. പള്ളിയിൽ ഉണ്ടായിരുന്ന സഹാബികൾക്ക് ഒന്നും മനസ്സിലായില്ല. കാരണം അവര് ഖുതുബയിൽ ഇതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തിനാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്? ദിവസങ്ങൾക്ക് ശേഷം യുദ്ധക്കളത്തിൽ നിന്ന് സാരിയ റളിയല്ലാഹു അൻഹു സൈന്യാധിപനായിട്ടാണ് മദീനയിലെത്തിയത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് മലമുകളിൽ
ശത്രുക്കള് വലം വെച്ചിട്ട് ഞങ്ങൾ എതിർക്കാൻ വേണ്ടിയിട്ട് വരാൻ നോക്കി. ആ സമയം മദീനയിൽ നിന്നുള്ള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു യാ സാരിയാൽ ജബൽ എന്ന് പറഞ്ഞപ്പോ ആ ശബ്ദം ഉണ്ടല്ലോ എന്റെ ചെവികളിലാണ് മുഴങ്ങിയത്. ആ നേരം സാരിയ മലമുകളിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഉടനെ ഞങ്ങൾ മലമുകളിലേക്ക് നോക്കുകയും അവിടെ ശത്രുക്കൾ ഉണ്ടായിരിക്കെ ആ ശത്രുക്കളെ നമ്മൾ നമ്മള് നേരിടുകയും അങ്ങനെ വിജയിക്കുകയും ചെയ്യുകയുണ്ടായി. നോക്കൂ കൂട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, മദീനയിൽ ഇരുന്ന് മൈലുകൾക്കപ്പുറമുള്ള യുദ്ധക്കളം കാണാനും തന്റെ ശബ്ദം അവിടെ എത്തിക്കാനും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സാധിച്ചത് എങ്ങനെയാണ്? അതാണ് കറാമത്ത്. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കുന്ന വലിയ ഒരു അനുഭവമാണ്, മറഞ്ഞ കാര്യമാണ് കറാമത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനാൽ ഇതിനെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ അവരെ പിന്തുടരാനും നമ്മൾ തയ്യാറാകണം. അവരെ നമുക്ക് അനുധാവനം ചെയ്യാം. അങ്ങനെയുള്ള ആളുകളെ, അവരെ ജീവിതം നമുക്ക് ചാണിന് അനുധാവനം ചെയ്യാൻ പറ്റും. നമ്മുടെ അവസാനത്തെ വിഷയവും അത് തന്നെയാണ്. മഹാന്മാരെ, അവരുടെ സാന്നിധ്യത്തെ, അവരുടെ വസ്ത്രമാവട്ടെ, മുടിയാവട്ടെ തുടങ്ങിയ അവശിഷ്ടങ്ങളൊക്കെ നമ്മൾ ബർക്കത്തെടുക്കാൻ വേണ്ടിയിട്ട്, അനുഗ്രഹം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സ്വഹാബികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പും മുടിയും വസ്ത്രവും വരെ ബർക്കത്തിനായി സൂക്ഷിച്ചു വെച്ചിരുന്നു. എന്തുകൊണ്ടെന്നാൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഫ്ളലുൽ ബശറാണ്. അതേപോലെ ഏതൊക്കെ സാദാത്യങ്ങളുണ്ടോ, ഏതൊക്കെ ഔലിയ കാറ്റഗറിയിലുള്ള ആളുകളുണ്ടോ അവരെ ബർക്കത്തെടുക്കലും നല്ല കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലമുടി കളയുന്ന സമയത്ത് സഹാബികൾ അത് താഴെ വീഴാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഒരു കൈകളിൽ ഇങ്ങനെ പിടിച്ചെടുക്കും. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ തന്റെ തൊപ്പിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുറച്ച് തിരുമുടി തുന്നി വെക്കുകയുണ്ടായിരുന്നു. ആ തൊപ്പി ധരിച്ചിട്ട് എപ്പോൾ അദ്ദേഹം യുദ്ധത്തിന് പോയാലും അദ്ദേഹം പരാജയപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ടവർ, നബിതങ്ങൾക്ക് ശേഷം മഹത്തുക്കളായ ഖുലഫാഉർ റാഷിദീങ്ങൾ, തബഉ താബിഈങ്ങൾ, ഔലിയാക്കൾ, ഇവരെ സ്നേഹിക്കുന്നവരിലൂടെയും അവരോട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്യുന്നതിലൂടെയും നമുക്ക് അള്ളാഹുമായിട്ട് ബർക്കത്ത് നേടിയെടുക്കാൻ കഴിയും. വത്തബിഉ ഇലൽ വസീല, അവനിലേക്ക് നിങ്ങൾ എങ്ങനെയൊക്കെ എത്താൻ കഴിയോ അത് നിങ്ങൾ വസീലയാക്കിയിട്ട് നിങ്ങൾക്ക് തേടാൻ പറ്റും. സൂറത്തുൽ മാഇദ. മഹാന്മാരെ വസീലയാക്കി ദുആ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് സ്വീകരിക്കും. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ഒരു കുറച്ച് സമയം നമ്മൾ ചർച്ച ചെയ്തത് ചെറിയ കാര്യങ്ങളല്ല, വലിയ വലിയ ഗുണപാഠങ്ങളാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടത്. നമ്മൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന യഥാർത്ഥ മുവഹിദുകളായിട്ട്, തൗഹീദിന്റെ ആളുകളായിട്ട് നമ്മൾ മാറണം. സ്വർഗത്തിൽ നബിയോടൊപ്പം ഇരിക്കാൻ അനാഥകളെ സഹായിക്കുകയും നല്ല സ്വഭാവം കാണിക്കുകയും വേണം. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഔലിയാക്കളെ ബഹുമാനിക്കണം. മഹാന്മാരെ സ്നേഹിച്ചും അവരെ കൊണ്ട് ബർക്കത്തെടുക്കുകയും നമ്മൾ ശ്രമിക്കണം. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഫോണിലും മറ്റു തിന്മകളിലും പെട്ടുപോകാതെ നമ്മുടെ ഈമാൻ കാത്തു സൂക്ഷിക്കാൻ ഈ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ഊർജ്ജമാകണം. നിങ്ങൾ വലുതായി വരികയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഒരുമിച്ച് കൂട്ടട്ടെ. വാഖിറു ദഅവത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.